അധ്യാപക നിയമനങ്ങൾ അട്ടിമറിച്ച് സർക്കാർ. സംസ്ഥാനത്ത് സർക്കാർ സ്കൂൾ ഇംഗ്ലീഷ് അധ്യാപക തസ്തികകൾ നികത്താതെ താൽക്കാലിക തസ്തിക സൃഷ്ടിക്കുകയാണ്. കോടതി ഉത്തരവുകളെ പോലും വെല്ലുവിളിച്ചാണ് താൽക്കാലിക നിയമനങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ ഭാവി പന്താടുന്നത്. നിയമനങ്ങൾ അട്ടിമറിക്കുന്നതിൽ കൊച്ചിയിൽ PSC ഉദ്യോഗാർത്ഥികൾ ചേർന്ന് ഭിക്ഷാടന സമരവും സംഘടിപ്പിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ കുത്തഴിഞ്ഞ നിലയിലാക്കുന്ന സർക്കാർ സമീപനത്തിന്റെ ദൃഷ്ടാന്തമാണ് ഇംഗ്ലീഷ് അധ്യാപക നിയമനങ്ങൾ നടത്താത്തത്. ഭൂരിഭാഗം സർക്കാർ ഹൈസ്കൂളുകളിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് അധ്യാപകരല്ല. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഇംഗ്ലീഷിന് മാത്രമായി സ്ഥിര അധ്യാപകരെ നിയമിക്കാനാകില്ലെന്നാണ് സർക്കാർ വാദം. ഹൈസ്കൂൾ ഇംഗ്ലീഷ് സ്ഥിര നിയമനമെന്ന ഹൈക്കോടതി വിധി ലംഘിക്കുകയാണ് സർക്കാരെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ വരുമ്പോൾ താൽക്കാലിക നിയമനം, അതുപോലെയുള്ള മറ്റു ഭാഷകളായിട്ടുള്ള മലയാളം, ഹിന്ദി, അറബി, ഉറുദു എല്ലാ ഭാഷകൾക്കും ഈ ഒരു അടിസ്ഥാനത്തിൽ വരുമ്പോൾ സ്ഥിര നിയമനങ്ങളാണ് നടക്കുന്നത്. ഇംഗ്ലീഷിന്റെ കാര്യം വരുമ്പോൾ അത് താൽക്കാലിക നിയമനം മാത്രമാക്കി ചുരുക്കുന്നു. പക്ഷേ നാളെ ഇതുവരെയായിട്ടും 21 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷവും ഹൈക്കോടതി വിധിയുടെ പിൻബലം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു പ്രഹസനമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു പേര് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ, ബിൽഡിങ്ങുകളൊക്കെ പണിത് കൂട്ടുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളിൽ ഒരു ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ടീച്ചർ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചവരല്ല എന്നുള്ള, മാത്സും സോഷ്യൽ സയൻസും ഒക്കെ പഠിച്ചവരാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഒരു വർഷം കൂടെ ഉള്ളൂ. ഇതിൻ്റെ കാലാവധി അത്രയും കഴിഞ്ഞു പോയി. ഒരാളെ പോലും നിയമിച്ചിട്ടില്ല. കഴിഞ്ഞ എറണാകുളം ജില്ലയുടെ ലിസ്റ്റിൽ ഒരാളെ പോലും നിയമിക്കാതെ 1ാം റാങ്കുകാർക്ക് എനിക്കറിയാം ആ ടീച്ചറെ പോലും നിയമനം കിട്ടാതെ ആ ലിസ്റ്റ് ക്യാൻസൽ ആവുകയായിരുന്നു. സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് നിലവാരം താഴ്ത്തുന്നതാണ് PSC റാങ്ക് ലിസ്റ്റുകൾ നിലനിൽക്കുമ്പോൾ താൽക്കാലിക പോസ്റ്റുകൾ സൃഷ്ടിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ 1ാം റാങ്കുകാരനെ പോലും നിയമിക്കാത്ത നിരവധി ജില്ലകളുണ്ട്. എറണാകുളം വഞ്ചിസ്കോറിൽ ഇംഗ്ലീഷ് അധ്യാപകർ നടത്തിയ ഭിക്ഷാടന സമരം ഹൈബിയുടെ MP ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. ജനം, കൊച്ചി.